കുട്ടനാടൻ പെൺകിളി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴക്കാലമായല്ലോ, അപ്പോഴേക്കും ഞങ്ങളുടെ വീട്ടിൽ നനയാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് വേണം വീഡിയോ എടുക്കാൻ. കാരണം വീടിനകത്ത് കുറേ പാത്രവും നനഞ്ഞ് ഫുള്ള് കിടക്കുമായിരുന്നു. നമ്മളിപ്പം മഴയൊന്ന് കുറഞ്ഞപ്പോഴേക്കും എല്ലാം തൂത്ത് വൃത്തിയാക്കി. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മഴ വീഴുമോ വെള്ളപ്പൊക്കം വരുമോ എന്നുള്ള പേടിയിലായിരിക്കും എല്ലാവരും ജീവിക്കുന്നത്. പിന്നെ ഇവിടെ അടുത്തൊരു വീട്ടിൽ മരം വീണൊരു വീട് പൊളിഞ്ഞു പോയി. ഇപ്പം മരം മുറിച്ചുകൊണ്ടിരിക്കാൻ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവസ്ഥയും പരിസരത്തിൻ്റെ അവസ്ഥയൊക്കെ. പിന്നെ ആറ്റിൽ വെള്ളം കൂടിയിട്ടുണ്ടോ, ഇപ്പോൾ കുറച്ച് കുറവാണെന്നാലും വെള്ളം എത്ര ആയിട്ടുണ്ട്, പിന്നെ പാടത്ത് എത്ര വെള്ളം ഉണ്ട് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കാണും. ഇതെൻ്റെ വീടിൻ്റെ പുറകു ഭാഗമാണ്. പുറകിൽ തേച്ചിട്ടില്ല, അതുകൊണ്ട് ജനലിൽ കൂടെ വെള്ളം വീഴാതിരിക്കാൻ പടുത കെട്ടിയിരിക്കുകയാണ്. കാറ്റ് കുറച്ചു മുന്നേ നല്ല ശക്തിയിലടിച്ചു. അത് കഴിഞ്ഞ് കാറ്റ് തഞ്ചിയപ്പോൾ വന്ന് അച്ഛൻ ഒന്നുകൂടി കെട്ടി വെക്കുവാണ്. മുഴുവൻ കാറ്റടിച്ച് പറന്നു പോയി. പിന്നെ പാടത്ത് വെള്ളം കയറ്റിയിട്ടിരിക്കുക. അപ്പോൾ വെള്ളം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ചെളിഞ്ഞ് കിടക്കുക. നേരത്തെ വെയിലൊക്കെ ആയിരുന്നപ്പോൾ ഉണങ്ങി നല്ല ഭംഗിയിൽ കിടന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ചെളിഞ്ഞ് നമ്മൾ ഈ പടുതയുടെ മുകളിൽ കൂടെയാണ് നടന്നു പോകുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിൽ പുളിമരം ഉണ്ട്. ആ പുളിയിൽ നിന്ന് നിറയെ പുളി വീണ് കിടക്കും. അവിടെ താഴെയെല്ലാം മുഴുവൻ വീണ് പോവാണ്. ഇഷ്ടംപോലെ പുളി ഉണ്ടായിരുന്നു, ഓരോ കാറ്റിനും വീണ് പോവുക. വീടിനകത്ത് നമ്മളുടെ ഫോട്ടോയൊക്കെ വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ഒരു കലം വെച്ചിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് വെള്ളം വീണ് ടി വി നനയും. പിന്നെ ഇവിടെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, പിന്നെ താഴെ 2 പാത്രം. അവിടെ ചോരും, അവിടെ അപ്പത്തെല്ലാം വെള്ളം വീഴും. പിന്നെ ഈ മുറിയിൽ നോക്കിയാൽ ജനലില്ല. ജനൽ നമ്മളിപ്പോൾ അവിടെ അതുപോലെ കെട്ടിയത് കൊണ്ട് വെള്ളം വീഴാത്ത, അല്ലെങ്കിൽ നനയും, ഫുൾ നനയും. അതുകൊണ്ട് നമ്മൾ മെത്തയൊക്കെ മറിച്ച് വെച്ചിരിക്കുക. അപ്പുറത്തെ മുറിയിലും വെള്ളം ഇപ്പോൾ വീഴാത്തത് അത് പുറകിൽ കെട്ടിയിരിക്കുന്നതുകൊണ്ടാണ്. ആ ജനലിൽ കൂടെ വെള്ളം വീഴും. വീണ്ടും മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാം ഇത് കെട്ടിയിരിക്കുന്നത്. കാറ്റത്ത് നിൽക്കുമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ കാറ്റ് അതുപോലത്തെ. പിന്നെ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാറ്റത്ത് ഷീറ്റൊക്കെ പറക്കും. പിന്നെ നമ്മുടെ അവിടെ ഉള്ളൊരു വീട്ടിൻ്റെ മണ്ടയിൽ ഇത് വീണ്, മരം വീണിട്ട് അവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കുക. ആ വീട് ഫുൾ പകുതി പൊളിഞ്ഞു പോയി, കുറച്ച് മുന്നേ അടിച്ച കാറ്റിന്. നേരത്തേക്ക് ഇതിൻ്റെ മുകളിൽ കയറാൻ നല്ല രസമായിരുന്നു, പക്ഷെ ഇപ്പം കയറിക്കഴിഞ്ഞാൽ തെന്നി. പിന്നെ ആകെ ഇച്ചിരി നനയാത്തൊരു സ്ഥലം അടുക്കള മാത്രമാണ്. എന്നാലും അടുക്കളയിൽ ചെറുതായിട്ട് ചോരുന്നൊക്കെ ഉണ്ട്. നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയൊക്കെ നനയാത്തൊരു സ്ഥലം കണ്ടുപിടിച്ച് കിടക്കുകയായിരിക്കും. എനിക്ക് തോന്നുന്നു അമ്മയുടെ മുറിയിലാണ് അവർ കിടക്കുന്നത്. ബാക്കി മുറിയെല്ലാം നനയും. എൻ്റെ മുറിയാണ് മുഴുവൻ നനയുന്നത്. ഇതിനകത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ആ ജനലിൻ്റെ അവിടെ പടുത കെട്ടിയപ്പോഴാണ് അതൊന്ന് ശരിയായത്. പിന്നെ ഞാൻ എപ്പോഴും തുടയ്ക്കും. ഓരോ തുട അടയ്ക്കുമ്പോൾ അടുത്ത മഴ വരുമ്പോൾ വീണ്ടും നനയും. ഇത് അച്ഛൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എടുത്തുകൊണ്ട് വന്ന കരിക്കാണ്, ഏതോ തെങ്ങിന് വീണ. അമ്മച്ചി ഫ്രണ്ടിലെ ഇതെല്ലാം തൂത്ത് കളഞ്ഞ്, പുളിയൊക്കെ തൂത്ത് കളഞ്ഞ്. ഇന്നാൾ കെട്ടിയ വെള്ളപ്പരയാണ്. ഇതിനകത്ത് ഇപ്പം 3 വെള്ളം കിടപ്പുണ്ട്. അതിനകത്ത് ഇപ്പോൾ വെള്ളം പറ്റിക്കണ്ട. പിന്നെ പാടത്ത് കുറച്ചുകൂടി വെള്ളം കൂടി, ആറ്റിലും വെള്ളം കൂടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ സാധനം പുതിയതായിട്ട് വെച്ചുകൊണ്ട് ഇവിടെ എത്ര വെള്ളം അറിയത്തില്ല. പക്ഷെ അക്കരയിലോട്ട് നോക്കിയാൽ അറിയാം, ബോട്ടിയൊക്കെ മുങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു വീട്ടിൽ മരം വീണെന്ന് ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അത് മുറിക്കുവാണ്. ആൻഡ്രു മഴയത്തിരിക്കുന്നു. എടാ ആൻഡ്രു, നീ എന്താണ് മഴയത്തിരിക്കുന്നത്?